അടുക്കും ചിട്ടയും ആരാധനയിൽ അത്യാവശ്യമാണ്. അതില്ലാത്ത ആരാധനകൾ യഥാർത്ഥത്തിൽ അവഹേളനമാകുന്നു എന്ന് ഞാൻ പറയും. അതേസമയം തന്നെ കാലോചിതമായ മാറ്റങ്ങൾക്ക് മുഖം തിരിച്ചുള്ള ക്രമങ്ങളും അനാവശ്യമാണ്. നമുക്കൊന്ന് ചിന്തിക്കാം. ഒരു ചെറിയ പരിപാടി നടത്തുവാൻ പോലും എത്രമാത്രം ആലോചനയും ആസൂത്രണവും ആവശ്യമാകുന്നു എന്ന് ഓരോന്ന് സംഘടിപ്പിക്കുന്നവർക്കറിയാം. അതിന് മെനക്കെടുവാൻ കഴിയാത്തതിനാലൊക്കെ ഇന്ന് ഇവൻ്റ് മാനേജ്മെൻറ്റുകാർക്ക് കൊടുത്ത് പലരും തടി തപ്പുകയാണ്. പൈസ കൊടുത്താൽ മതിയല്ലോ. ആരാധനകളും അധികം താമസിക്കാതെ ഇവൻ്റ് മാനേജ്മെൻറ്റിന് വിടും എന്നാണ് തോന്നുന്നത്. ആരാധന വെറും ഒരു ഇവൻ്റ് ആണെങ്കിൽ ഏതവനും മാനേജ് ചെയ്യാം, ഇല്ലേ? ദാവീദ് രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായിരുന്നു ദൈവത്തെ ആരാധിക്കുക എന്നത്. അത് അവൻ്റെ ജീവിതത്തിൻ്റെ മുൻഗണനയായിരുന്നു. 27-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പാടി, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. എത്ര മഹത്തായ ഒരാഗ്രഹമില്ലേ? ദാവീദിനെ സംബന്ധിച്ചിടത്തോളം കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളെക്കാൾ സമാഗമന കൂടാരത്തിൽ സമയം ചെലവഴിക്കുന്നതായിരുന്നു പ്രിയപ്പെട്ടത്. ഓർക്കണം, അന്ന് അത് വെറും ഒരു കൂടാരം മാത്രമായിരുന്നു, സമാഗമന കൂടാരം. കെട്ടുറപ്പുള്ള ആലയമായിരുന്നില്ല. അവിടെ ഇരുന്ന് അവൻ സുന്ദരമായ ഒരു ആലയത്തെ സ്വപ്നം കണ്ടു. കെട്ടിടം പണിയുന്നതിനേക്കാൾ ഏറെ അവൻ ചിന്തിച്ചത് ജീവനുള്ള സത്യദൈവത്തെ ആരാധിക്കുന്ന വിധമായിരുന്നു. ആരാധനയുടെ അടുക്കും ചിട്ടയും ചെറുതും വലുതുമായ സകല കാര്യങ്ങളും അവൻ ആസൂത്രണം ചെയ്തു. ആത്മീയ ആരാധന എന്നാൽ അതിന് പ്രത്യേക തയ്യാറെടുപ്പൊന്നും ആവശ്യമില്ല എന്നാണ് പലരും ചിന്തിക്കുന്നത്. അത് തെറ്റാണ്. സർവശക്തനായ ദൈവത്തെ സമീപിക്കുന്ന സമയം, ആരാധനാ സമയം, അതിന് എത്രമാത്രം പ്ലാനിങ് വേണമെന്നറിയാമോ? അങ്ങനെ ഒന്നുമില്ലാതെ ആരാധനകൾ നടത്തുന്നവർ വാസ്തവത്തിൽ ദൈവത്തെ അധിക്ഷേപിക്കുകയാണ്. ദൈവത്തെയാണ് നാം പലപ്പോഴും ഈ കാര്യത്തിൽ അവഗണിക്കുന്നത്. പ്രാർത്ഥനയോട് കൂടിയ പ്ലാനിങ് ചെയ്തിട്ടില്ലാത്ത ആരാധനകളിൽ ചെല്ലുമ്പോൾ അറിയാം അവിടെ ദൈവത്തിന് യാതൊരു സ്ഥാനവുമില്ല എന്ന്. ദാവീദ് ചെയ്ത ഒരുക്കങ്ങൾ നാം ഇന്ന് പഠിക്കുമ്പോൾ അത് നമ്മുടെ ആരാധനയിൽ ഒരു പുത്തൻ ഉണർവ് കൊണ്ടുവരുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. 1 ദിനവൃത്താന്തങ്ങൾ 25, 26, 27 അധ്യായങ്ങളാണ് നാം പഠിക്കുവാൻ പോകുന്നത്. എത്ര കൃത്യമായിട്ട്, എത്ര ചെറുതും വലുതും കാര്യങ്ങൾ അവൻ ഭംഗിയായി ക്രമീകരിച്ചു എന്ന് കാണണം. അതെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഉള്ള ക്രമീകരണങ്ങൾ, ദൈവത്തെ ആരാധിക്കുവാൻ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്നത്തെ ആ ഭാഗം നമുക്ക് എടുത്ത് പഠിക്കാം. 1 ദിനവൃത്താന്തങ്ങൾ 25-ാം അധ്യായം എടുത്താട്ടെ. ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിലെ സ്വപ്നമായിരുന്നു ദൈവത്തിൻ്റെ പെട്ടകം വയ്ക്കുവാനൊരു ആലയം പണിയണം എന്നുള്ളത്. താൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന തൻ്റെ ദൈവത്തിൻ്റെ പെട്ടകമുണ്ടാക്കിയ കാലം മുതൽ അത് കൂടാരങ്ങളിലാണ് സൂക്ഷിച്ചിരുന്നത്. ഒന്നുമല്ലാത്ത തനിക്ക് പോലും പാർക്കുവാൻ മട്ടുപ്പാവുള്ള കൊട്ടാരം ഒന്നുണ്ടായിരുന്നു. എന്നാൽ പെട്ടകം സൂക്ഷിച്ചിരുന്നത് താൽക്കാലികമായ ഒരു കൂടാരത്തിലായിരുന്നു. ഈ യാഥാർത്ഥ്യം അംഗീകരിക്കുവാൻ ദാവീദിന് വലിയ ബുദ്ധിമുട്ട് തോന്നി. ആയതിനാൽ താൻ ഒരു ദേവാലയം പണിയുവാൻ തീരുമാനിച്ചു. എത്ര നല്ല താൽപ്പര്യം! ആർക്കും കുറ്റപ്പെടുത്തുവാൻ സാധിക്കാത്ത ഒരു താൽപ്പര്യം. അത് നമുക്കാണ് നല്ല താൽപ്പര്യം. എന്നാൽ ദൈവം ദാവീദിനോട് പറഞ്ഞു, വേണ്ട, നീ ദേവാലയം പണിയണ്ട. ഓ, എന്തൊരു ആഘാതമില്ലേ! എന്നാൽ ദൈവം പറയുന്നത് നന്മയ്ക്ക് മാത്രമാണെന്നറിയാമായിരുന്ന ദാവീദ് നിരാശപ്പെട്ടില്ല. പിന്നെയോ ദൈവാലയത്തിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും അവൻ ചെയ്തു, സകലവും. ഒന്നാമതായി ദൈവാലയ പണിക്കാവശ്യമായ വസ്തുക്കളെല്ലാം അവൻ ശേഖരിച്ചു. തുടർന്ന് ദൈവാലയത്തിലെ ശുശ്രൂഷയ്ക്കായി വേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്തു. 1 ദിനവൃത്താന്തം
24 മുതലുള്ള അധ്യായങ്ങളിൽ നാം കാണുന്നത് ദാവീദ് അപ്രകാരം ചെയ്ത പ്രവർത്തനങ്ങളാണ്. ഇവിടെ വേറൊരു പാഠം കൂടി നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത് എന്തെന്നാൽ, ഏതൊരു പ്രവർത്തനത്തിൻ്റെയും പിൻപിൽ നാം ചെയ്യുന്ന ആസൂത്രണം, പ്ലാനിംഗ്, അതനുസരിച്ചിരിക്കും ആ പ്രവർത്തനത്തിൻ്റെ വിജയം. നല്ലതുപോലെ സമയമെടുത്ത് എത്രയും വിശദമായി ആസൂത്രണം ചെയ്താൽ അത്രയും അനുഗ്രഹമാകും. നാം കൺവെൻഷനൊക്കെ ക്രമീകരിക്കുമ്പോൾ എത്ര അശ്രദ്ധയായിട്ടാണ് നമ്മുടെ പ്ലാനിംഗ്. പ്രാർത്ഥനയ്ക്ക് പോലും വേണ്ട സമയവുമോ പ്ലാനിങ്ങോ നാം ഉണ്ടാക്കാറില്ല. തന്മൂലം പ്രയോജനം ഒന്നും ഉണ്ടാകാത്ത സ്ഥിതിവിശേഷം. ഈ അവസ്ഥയ്ക്ക് ഒരു വ്യതിയാനം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. 1 ദിനവൃത്താന്തങ്ങൾ 24 അധ്യായം കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചതായിരുന്നല്ലോ. ഈ അധ്യായത്തിൽ ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്കായി അഹറോൻ്റെ പുത്രന്മാരെ വിഭജിച്ചാക്കുന്നതിനെക്കുറിച്ചാണ് നാം വായിക്കുന്നത്. 24 അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ നാം കണ്ടത്, അഹറോൻ്റെ പുത്രന്മാരുടെ കൂറുകളോ, അഹറോൻ്റെ പുത്രന്മാർ നാദാബ്, അബീഹു, എലയാസർ, ഈഥാമാർ. നാദാബും അബീഹുവും അവരുടെ അപ്പനു മുമ്പേ മരിച്ചുപോയി, അവർക്ക് പുത്രന്മാർ ഉണ്ടായിരുന്നതുമില്ല. അതുകൊണ്ട് എലയാസാറും ഈഥാമാറും പൗരോഹിത്യം നടത്തി. അഹ്റോൻ്റെ പുത്രന്മാർ പുരോഹിതന്മാരായിരുന്നു. അവർ മരുഭൂമിയിലായിരുന്ന ആ കാലയളവിലേക്കാണ് ഈ വിവരണം നമ്മെ കൊണ്ടുപോകുന്നത്. ലേവ്യ പുസ്തകം 10 അധ്യായത്തിൽ നാദാബിൻ്റെയും അബീഹുവിൻ്റെയും പാപത്തെക്കുറിച്ചും അനന്തരമായി അവരുടെ മരണത്തെക്കുറിച്ചും രേഖപ്പെടുത്തിയത് നാം കണ്ടല്ലോ. വളരെ ഉന്നതമായ സംഘടനാ പാഠവുമാണ് ദാവീദ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ദേവാലയം പണി കഴിപ്പിക്കുന്നതിനാവശ്യമായ സ്ഥലം വാങ്ങുകയും അതിനുവേണ്ട സാധന സാമഗ്രികൾ ശേഖരിക്കുകയും മാത്രമല്ല, ദാവീദ് ഇപ്പോൾ ശുശ്രൂഷയ്ക്കായി പുരോഹിതന്മാരെ നിയമിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടത്രേ ഞാൻ പറയുന്നത്, ദേവാലയം ദാവീദിൻ്റേതായിരുന്നു, ശലോമോൻ്റേതല്ലായിരുന്നു. ഞാൻ അങ്ങനെ പറയുമ്പോൾ പലർക്കും അത് അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇപ്പോൾ നാം പഠിക്കുന്ന ഈ പ്രത്യേക ഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്കും അങ്ങനെ ചിന്തിക്കാൻ സാധിക്കില്ലേ? ദേവാലയം ദാവീദിൻ്റെ വകയായിരുന്നു. 24 അധ്യായത്തിൻ്റെ 5 വാക്യത്തിൽ നാം കാണുന്നു, എലയാസാറിൻ്റെ പുത്രന്മാരിലും ഈഥാമാരിൻ്റെ പുത്രന്മാരിലും വിശുദ്ധ സ്ഥലത്തിൻ്റെ പ്രഭുക്കന്മാരും ദേവാലയത്തിൻ്റെ പ്രഭുക്കന്മാരും ഉള്ളതുകൊണ്ട് അവരെ തരഭേദം കൂടാതെ ചീട്ടിട്ട് വിഭാഗിച്ചു. ഈ പുത്രന്മാർക്ക് 24 പേർക്കും മുറപ്രകാരം ശുശ്രൂഷയ്ക്ക് ക്രമീകരണം ചെയ്തു. ഒരു മകൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടർ വന്ന് അവരുടെ ശുശ്രൂഷ ചെയ്തു. പിന്നീട് വേറൊരു പുത്രൻ്റെ നേതൃത്വത്തിൽ വേറെ ഒരു കൂട്ടർ വന്ന് ആദ്യത്തെ കൂട്ടരെ പറഞ്ഞു വിട്ടിട്ട് ശുശ്രൂഷ ചെയ്തു. ഇങ്ങനെയായിരുന്നു ക്രമീകരണം ചെയ്തിരുന്നത്. ഈ ഡ്യൂട്ടി മാറുന്നത് കാണുവാൻ വളരെ രസകരമായ ഒരു സംഗതി ആയിരുന്നിരിക്കണം എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. വളരെ കൃത്യനിഷ്ഠയോടും സൂക്ഷ്മതയോടും കൂടിയാണ് അവർ അത് ചെയ്തിരുന്നത് എന്നത്രേ നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാവർക്കും ഒരേ സമയം ശുശ്രൂഷ ചെയ്യുവാൻ കഴിയാത്ത വിധം ലേവ്യരുടെ കുടുംബം വളർന്ന് വർദ്ധിച്ചിരുന്നു എന്ന് മാത്രമല്ല, 24 മണിക്കൂറും ശുശ്രൂഷ ചെയ്യുവാൻ ഇപ്രകാരം ഒരു ക്രമീകരണം ഏറ്റവും നല്ലതുമാണല്ലോ. അതുകൊണ്ടാണ് ദാവീദ് തൻ്റെ മരണത്തിന് മുൻപ് തന്നെ ഇത് വളരെ വ്യക്തമായി ക്രമീകരിച്ചത്. ഈ പുരോഹിതന്മാരെ ശുശ്രൂഷയ്ക്ക് ക്രമമനുസരിച്ചാക്കുക മാത്രമല്ല ദാവീദ് ചെയ്തത്, സംഗീതക്കാരെയും വാദ്യക്കാരെയും അവൻ സംഘടിപ്പിക്കുന്നു. ശ്രദ്ധിക്കണം, ദാവീദിൻ്റെ ജീവിതത്തിൽ ഏറ്റവും താൻ സ്നേഹിച്ചിരുന്ന ഒരു കാര്യമാണ് സംഗീതം. ഈ വിധത്തിൽ ദാവീദ് സംഗീതക്കാരെ ക്രമീകരിക്കുന്നതായിട്ട് അത്ര 25 അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 25ൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ദാവീദും സേനാധിപതിമാരും കിന്നരം, വീണ, കൈത്താളം എന്നിവ കൊണ്ട് പ്രവചിക്കുന്നവരായ ആസാഫിൻ്റെയും ഹേമാൻ്റെയും യെദൂഥാൻ്റെയും പുത്രന്മാരെ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചു. ഈ ശുശ്രൂഷയിൽ വേല ചെയ്തവരുടെ സംഖ്യയാവിത്. ആസാഫിൻ്റെ പുത്രന്മാരോ രാജാവിൻ്റെ കൽപ്പനയാൽ പ്രവചിച്ച ആസാഫിൻ്റെ കീഴിൽ ആസാഫിൻ്റെ പുത്രന്മാരായ സക്കൂർ, യോസെഫ്, നെഥന്യാവ്, അശരേല, അങ്ങനെ നീണ്ടുപോകുന്നു ആ വലിയ പട്ടി. ഇവയെല്ലാം ദേവാലയം പണിയുന്നതിനു മുമ്പ് തന്നെ ക്രമീകരിച്ചു എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതത്രേ. 68 സങ്കീർത്തനത്തിൽ ദാവീദിൻ്റെ മനോഹരമായ വാക്കുകൾ നമുക്ക് കേൾക്കുവാൻ കഴിയും. നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു. ദൈവമേ, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് സ്ഥിരപ്പെടുത്തണമേ. യെരുശലേമിലുള്ള നിന്റെ മന്ദിരം നിമിത്തം രാജാക്കന്മാർ നിനക്ക് കാഴ്ച കൊണ്ടുവരും. 68 സങ്കീർത്തനം 28, 29 വാക്യങ്ങൾ. ലോകത്തിനൊരു സാക്ഷ്യമായി യെരുശലേമിൽ ദേവാലയം
നിലകൊള്ളുന്ന സമയത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ദാവീദ് ഇപ്രകാരം എഴുതിയിരിക്കുന്നത്. ദൈവാലയം പണി കഴിപ്പിക്കപ്പെടുന്നതിന് വളരെ മുമ്പ് തന്നെ സംഗീതക്കാർ ദൈവത്തെ ആരാധിക്കുവാൻ യെരുശലേമിൽ കൂടി വന്നിരുന്നു. അവർ പാടിയിരുന്ന പാട്ടുകളിൽ ഒന്ന് ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് 68-ാം സങ്കീർത്തനം. ദാവീദ് പെട്ടകം യെരുശലേമിലേക്ക് കൊണ്ടുവന്ന് ഒരു കൂടാരത്തിൽ അതിനെ വെച്ചു. അതുകൂടാതെ ഓർന്നാൻ്റെ മെതിക്കളത്തിൽ ഒരു യാഗപീഠം അവൻ ഉണ്ടാക്കി. അവിടെ ദാവീദ് ദൈവത്തിന് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ച കാര്യം നിങ്ങൾ ഓർക്കുമല്ലോ. നോക്കണേ, ദൈവവചനം എല്ലാവരും അറിയുന്നതിന് വേണ്ടി, ജീവനുള്ള ദൈവത്തെ എല്ലാവരും കണ്ടെത്തുന്നതിന് വേണ്ടി എത്ര കൃത്യമായും എത്ര ഗൗരവത്തോടെയുമാണ് ദാവീദ് പ്രവർത്തിച്ചിരുന്നത് എന്ന് ശ്രദ്ധിച്ചാട്ടെ. നൂറ്റാണ്ടുകൾക്കപ്പുറം ഈ ദൈവാലയം അനേകരെ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കുവാൻ പോകുന്നു എന്നുള്ള ബോധത്തോടെയാണ് ദാവീദ് പ്രവർത്തിച്ചത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ചെറിയ ആയുസ്സിൽ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഇതുപോലെ വലിയ ലക്ഷ്യത്തോടു കൂടെ ആയിരിക്കണം. നാം ഇന്ന് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നല്ലതെങ്കിൽ നല്ല വിധത്തിൽ, തീയതെങ്കിൽ തിന്മയായി പിന്നീട് വെളിയിൽ വരും എന്നുള്ള ആ ഉത്തമ ബോധ്യത്തോടെ, ആ ഗൗരവത്തോടെ വേണം നാം ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ. ദാവീദ് തൻ്റെ ജീവിതത്തിൽ ഈ പാഠം പണ്ടേ പഠിച്ചതാണ്. താൻ തെറ്റ് ചെയ്തപ്പോൾ ദൈവം അവനെ ശിക്ഷിച്ചു. ആ തെറ്റിൻ്റേതായ ആഘാതം അവൻ്റെ ജീവകാലം മുഴുവൻ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം അവന് അവസരം നൽകി. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. 25-ാം അധ്യായത്തിൻ്റെ 7ഉം 8ഉം വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അവിടെ നാം വായിക്കുന്ന 25-ാം അധ്യായത്തിൻ്റെ 7ഉം 8ഉം വാക്യങ്ങൾ. യഹോവയ്ക്ക് സംഗീതം ചെയ്യുവാൻ അഭ്യാസം പ്രാപിച്ച നിപുണന്മാരായവരുടെ സകല സഹോദരന്മാരുമായി അവരുടെ സംഖ്യ 288. താൻ തങ്ങളുടെ ഉദ്യോഗക്രമം നിശ്ചയിക്കേണ്ടതിന് അവർ ചെറിയവനും വലിയവനും ഗുരുവും ശിഷ്യനും ഒരുപോലെ ചീട്ടിട്ടവരെ 24 കൂട്ടമായി വിഭജിച്ചു എന്നാണ് നാം കാണുന്നത്. എന്ന് പറഞ്ഞാൽ തമ്മിൽ വേർതിരിക്കുവാനുള്ള ഒരു ക്രമം മാത്രമാണ് ഈ ചീട്ടിട്ടതുകൊണ്ട് സംഭവിച്ചത്. മാസത്തിൽ 2 പ്രാവശ്യം അവർ അവരുടെ ശുശ്രൂഷയിൽ മാറ്റം വരുത്തിയിരുന്നു എന്നാണ് അർത്ഥം. അതായത് ആണ്ടിൽ 2 ആഴ്ചക്കാലം മാത്രം ഓരോ ഗ്രൂപ്പും ശുശ്രൂഷ ചെയ്യേണ്ടിയിരുന്നു. അനന്തരം അവർ തങ്ങളുടെ പട്ടണത്തിലേക്ക് മടങ്ങിപ്പോയി അവിടെ ശുശ്രൂഷ ചെയ്തിരുന്നു. ഈ പുരോഹിതന്മാരും ലേവ്യരും ഉപദേശകരായി പലവിധത്തിൽ ഇസ്രായേൽ ദേശത്തെല്ലായിടവും ശുശ്രൂഷ ചെയ്തു പോന്നു എന്നോർക്കണം. ദാവീദിൻ്റെ ഭരണകാലത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായിരുന്നു ഈ ക്രമീകരണങ്ങൾ. അതുകൊണ്ടത്രേ അവയെക്കുറിച്ച് ദൈവം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദേശത്തെ മുഴുവൻ ദൈവവചനം പഠിപ്പിക്കുവാനായി ദാവീദ് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു. എത്ര ഉന്നതമായ കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ രാജാവ് ദാവീദ് പ്രവർത്തിച്ചത്. 26-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പുരോഹിതന്മാരെ മാത്രമല്ല ദാവീദ് സംഘടിപ്പിച്ചത്. ദേവാലയം ആരാണ് അടിച്ചുവാരി വൃത്തിയാക്കുന്നത്, അതിന് കാവൽ ചെയ്യുന്നതാരാണ്, ഇതിലെ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് ആരൊക്കെയാകുന്നു എന്ന് വളരെ കൃത്യമായി ദാവീദ് പ്ലാൻ ചെയ്തു, അത് പ്രാവർത്തികമാക്കി. ഇവയ്ക്കെല്ലാം വളരെ സൂക്ഷ്മതയോടെ ദാവീദ് പരിപാടി തയ്യാറാക്കിയതായി 26-ാം അധ്യായത്തിൽ നാം കാണുന്നു. 26-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. വാതിൽ കാവൽക്കാരുടെ കൂറുകളോ കോരഹിയർ, ആസാഫിൻ്റെ പുത്രന്മാരിൽ കോരയുടെ മകനായ മെശേലിയമ്യാവിൻ്റെ പുത്രന്മാർ സക്രിയാവ്, ആദ്യജാതൻ യെദിയയേൽ,
രണ്ടാമൻ സബദ്യാവ്, മൂന്നാമൻ യഗ്നിയേൽ, നാലാമൻ ഏലാൻ, അഞ്ചാമൻ യഹോഹാനാൻ, ആറാമൻ എല്യോഹോവാനായി, ഏഴാമൻ ഓബേദ് ഏദോമിൻ്റെ പുത്രന്മാർ. അങ്ങനെ ഈ പട്ടിക നീണ്ടുപോകുന്നതായി നാം കാണുന്നു. വാതിൽ കാവൽക്കാർക്ക് മുകളിൽ പറഞ്ഞ വിധം ജോലി ഭംഗിയായി ഭാഗിച്ചു കൊടുത്തു. ഇവരൊക്കെയും ശുശ്രൂഷ ചെയ്യുമ്പോൾ ചിലർ കാവൽക്കാരായിരിക്കേണ്ടത് ആവശ്യമായിരുന്നു. ദിവസത്തിൻ്റെ 24 മണിക്കൂറും വാതിൽ കാവൽക്കാർ ആവശ്യമായിരുന്നല്ലോ. 3-ാം വാക്യത്തിൽ നാം കണ്ടത് ഈ നീണ്ടുപോകുന്നതായ പട്ടികയാണ്. 13-ാം വാക്യത്തിലേക്ക് ഇനി വന്നാട്ടെ. അവർ ചെറിയവനും വലിയവനും ഒരുപോലെ പിതൃഭവനമായി അതത് വാതിലിന് ചീട്ടിട്ടു. എല്ലാ വാതിൽക്കലും കാവൽക്കാരെ നിയമിച്ചിരുന്നു എന്നാണ് ഇതുകൊണ്ട് നാം മനസ്സിലാക്കുന്നത്. ദേവാലയത്തിലെ പണസംബന്ധമായ കാര്യങ്ങൾക്കും മേൽവിചാരകന്മാർ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമായിരുന്നു. അത് അപ്രകാരം അഴിച്ചുവിടാൻ പാടില്ലല്ലോ. 20-ാം വാക്യത്തിൽ നാം കാണുന്നു, അവരുടെ സഹോദരന്മാരായ ലേവ്യർ ദേവാലയത്തിലെ ഭണ്ഡാരത്തിനും വിശുദ്ധ വസ്തുക്കളുടെ ഭണ്ഡാരത്തിനും മേൽവിചാരകരായിരുന്നു. ദേവാലയത്തിൽ നിവേദിച്ച വിശുദ്ധ വസ്തുക്കളുടെ സകല ഭണ്ഡാരത്തിനും അവർ ഉത്തരവാദികളായിരുന്നു എന്നാണ് കാണുന്നത്. 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നാം കാണുന്നത് ദാവീദ് രാജാവും പിതൃഭവന തലവന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും സേനാപതിമാരും നിവേദിച്ച വിശുദ്ധ വസ്തുക്കളുടെ സകല ഭണ്ഡാരത്തിനും ശെലോമീത്ത് അവൻ്റെ സഹോദരന്മാരും മേൽവിചാരകരായിരുന്നു. യുദ്ധത്തിൽ കിട്ടിയ കൊള്ളയിൽ നിന്ന് യഹോവയുടെ ആലയം കേടുപോക്കുവാൻ അവർ അവയെ നിവേദിച്ചിരുന്നു. പ്രമാണികളെയും ന്യായാധിപന്മാരെയും നിയമിക്കുന്നതാണ് തുടർന്ന് നാം കാണുന്നത്. ലേവ്യരായിരുന്നു ന്യായാധിപന്മാർ എന്ന കാര്യം ശ്രദ്ധിക്കുക. പല വിധത്തിൽ അവർ ഉത്തരവാദപ്പെട്ട ചുമതലകൾ വഹിച്ചിരുന്നു. അതെ, ഇസ്രായേൽ ദൈവത്താൽ ഭരിക്കപ്പെട്ട ഒരു രാഷ്ട്രമായിരിക്കണമെന്നായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം. സമൂഹത്തിൻ്റെ കേന്ദ്രത്തിൽ സമാഗമന കൂടാരവും ദൈവിക തീരുമാനങ്ങൾ പുരോഹിതന്മാർ സ്വീകരിച്ച് നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു ദൈവിക ഭരണക്രമം ഇസ്രായേലിൽ അത് ഉണ്ടായിരിക്കണമെന്നതായിരുന്നു ദൈവിക താൽപ്പര്യം. ലേവ്യരുടെ പരാജയം കാരണം അതിന് മാറ്റമുണ്ടായി. അവർ അഴിമതിയുള്ളവരായി തീർന്നു. അവർ ദൈവകൽപ്പന അനുസരിക്കാതെ തങ്ങൾക്ക് തോന്നിയതുപോലെ പോകുവാൻ ആരംഭിച്ചപ്പോൾ മൊത്തം മാറ്റമുണ്ടായി. അതുകൊണ്ട് ദൈവം ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു. ന്യായാധിപന്മാരും പരാജയപ്പെട്ടതായി നാം കാണുന്നു. ജനങ്ങൾ ഒരു രാജാവിനെ ആവശ്യപ്പെട്ടു. അതുകൊണ്ടാണ് ദാവീദ് ഇപ്പോൾ രാജാവായിരിക്കുന്നത്. ഏകാധിപത്യ ഭരണം ആണെങ്കിൽ തന്നെയും ഇസ്രായേലിനെ വീണ്ടും ദൈവിക നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാൻ ദാവീദ് വളരെ പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ദാവീദിന് അറിയാമായിരുന്നു അവർ ദൈവിക ആലോചനയിൽ നിന്നും മാറിപ്പോയി, ദൈവോദ്ദേശത്തിലല്ല അവർ ഇപ്പോൾ ആയിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് അതിനൊരു മാറ്റമുണ്ടാക്കുവാൻ ദാവീദ് എല്ലാ വിധത്തിലും പരിശ്രമിച്ചിരുന്നു. സഹസ്രാധിപന്മാരെയും ശതാധിപന്മാരെയും നിയമിക്കുന്നതാണ് 27-ാം അധ്യായത്തിൽ നാം കാണുന്നത്. അതിൻ്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. ഇസ്രായേൽ പുത്രന്മാർ ആളെണ്ണപ്രകാരം പിതൃഭവന തലവന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും സംവത്സരത്തിലെ സകല മാസങ്ങളിലും മാസാന്തരം വരികയും പോകുകയും ചെയ്യുന്ന അതത് കൂറുകളുടെ ഓരോ പ്രവൃത്തിയിലും രാജാവിന് സേവ ചെയ്തു പോന്ന അവരുടെ പ്രമാണികളും ആകെ 24,000 പേർ. അതൊരു വലിയ സംഖ്യ തന്നെയല്ലേ. 12 അധിപതിമാരെ നിയമിച്ചു. അവർ വർഷത്തിൽ ഓരോ മാസം വീതം ശുശ്രൂഷ ചെയ്തിരുന്നതായി നാം കാണുന്നു. നിങ്ങൾ എന്നോടൊപ്പം 27-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം നോക്കുകയാണെങ്കിൽ അവിടെ വ്യത്യസ്തമായ വേറൊരു കാര്യം കാണുവാൻ സാധിക്കും. ഇസ്രായേൽ ഗോത്രങ്ങളുടെ തലവന്മാർ രൂബേന്യർക്ക് പ്രഭു സിക്രിയുടെ മകൻ എലയേസർ, ശിമന്യർക്ക് മയഖയുടെ മകൻ സെഫത്യാവ്, ലേവ്യർക്ക് കെമൂവേലിൻ്റെ മകൻ ഹശ്ബ്യാവ്, അഹരോന്യർക്ക് സാദോക്ക്. അങ്ങനെ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഓരോരുത്തർ വീതം ഇസ്രായേൽ 12 പ്രഭുക്കളും ഉണ്ടായിരുന്നു. തുടർന്ന് 23-ാം വാക്യത്തിലേക്ക് വന്നാട്ടെ. ഈ പേരുകളൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ എല്ലാം വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. വായിക്കാൻ ശ്രമിച്ചാൽ തന്നെ എനിക്കും അത് ബുദ്ധിമുട്ടാണ്. നിങ്ങളത് വായിച്ച് ഇതിനകത്തെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എത്ര കൃത്യമായിട്ടാണ് ദാവീദ് ദൈവിക കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നത് എന്ന് കാണുവാൻ സാധിക്കും. താൻ ലാഘവ ബുദ്ധിയോടെ ഒരു കടമ നിർവഹിക്കുന്ന ലാഘവത്തോടെ അല്ല, പിന്നെയോ എത്രയും കൃത്യമായി തൻ്റെ സ്വന്തം പ്രവർത്തനമായി കണ്ട് അത് ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്നും ദൈവിക പ്രവർത്തനങ്ങളിൽ നാം
ഇപ്രകാരം ഏർപ്പെടണം എന്നത്രേ ദൈവം നമ്മെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. 23 വാക്യം ഞാനൊന്ന് വായിക്കാൻ ശ്രദ്ധിച്ചാട്ടെ. എന്നാൽ യഹോവ ഇസ്രായേലിനെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തിരുന്നതുകൊണ്ട് ദാവീദ് 20 വയസ്സിന് താഴെയുള്ളവരുടെ എണ്ണം എടുത്തില്ല. മുമ്പ് ദാവീദ് ജനസംഖ്യ എടുത്തു എന്ന് നാം വായിച്ചല്ലോ. അന്ന് ദാവീദ് ദൈവത്തെ അവിശ്വസിച്ചു. ആ അവിശ്വാസം കൊണ്ടാണ് ജനത്തെ അവൻ അന്ന് എണ്ണി നോക്കിയത്. ദൈവം അവനോട്, എന്നെ വിശ്വസിക്കുക, നിനക്ക് ആവശ്യമുള്ള ആളുകളെ ഞാൻ നിനക്ക് നൽകും എന്ന് പറഞ്ഞതാണ്. എന്നാൽ അന്ന് അവൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചതിനാൽ ദൈവം അവനെ ശിക്ഷിച്ചു. ഇപ്പോൾ ദാവീദ് ഒരു ജനസംഖ്യ എടുക്കുകയല്ല, അവൻ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു. ദാവീദ് രാജാവിൻ്റെ വ്യക്തിപരമായ വസ്തുവകകളുടെ ഒരു ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ പട്ടികയോടെയാണ് 27 അധ്യായം അവസാനിക്കുന്നത്. ദിനവൃത്താന്ത പുസ്തകം തന്നെ ഇതുപോലെയുള്ള അനേകം വംശാവലികളും വിവരണങ്ങളുമാണല്ലോ നൽകുന്നത്. ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, എന്തിനാണ് ഇത്രയും പ്രധാനപ്പെട്ട ദൈവവചനത്തിൽ ഇതെല്ലാം ചേർത്തിരിക്കുന്നത് എന്ന്. ഒരു വലിയ പാഠം ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം തന്നെ ആദരിക്കുന്നവരെ വളരെ കൃത്യമായി ആദരിക്കുന്ന ദൈവമാണ്. ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ സ്നേഹിക്കും. ദൈവത്തിൻ്റെ പ്രമാണമാണത്. ഒരുപക്ഷെ നാം പറഞ്ഞേക്കാം, അറിവില്ലാതെ നാം ദൈവത്തെ മാനിക്കാതെ പോയാൽ ദൈവം നമ്മെയും മാനിക്കാതെ പോകുമോ എന്ന്. അറിവില്ലാത്തത് കൊണ്ടല്ലല്ലോ നാം അങ്ങനെ ചെയ്യുന്നത്. അറിഞ്ഞ സത്യങ്ങൾ അനുസരിക്കുമ്പോൾ താങ്കളുടെ ഹൃദയത്തിൽ എത്രമാത്രം ഗൗരവത്തോടെയാണ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് എന്നുള്ള കാര്യം വെളിവാകും. ദൈവം എപ്പോഴും തന്നെ മാനിക്കുന്നവരെ മാനിക്കുന്ന ദൈവമാണ്. ദാവീദിൻ്റെ ആ കുലത്തെ മുഴുവൻ തലമുറകളിലൂടെ ദൈവം അനുഗ്രഹിച്ചു. കാരണം ദൈവിക കാര്യങ്ങളിൽ ദാവീദിന് അത്രമാത്രം ചിട്ടയും നിഷ്ഠയും ഉണ്ടായിരുന്നു. ദൈവിക കാര്യങ്ങളിൽ ദാവീദിന് എത്രമാത്രം ചിട്ടയും നിഷ്ഠയും ഉണ്ടായിരുന്നു എന്ന് നാം കണ്ടല്ലോ. നമ്മുടെ ആരാധനകളിൽ എത്രമാത്രം ചിട്ടയോടുകൂടി വേണം നാം ആയിരിക്കേണ്ടത് എന്നൊരു വലിയ പാഠം അതിൽ നിന്ന് പഠിക്കുവാൻ സാധിച്ചില്ലേ? തീർച്ചയായിട്ടും നിങ്ങളത് ഗൗരവമായിട്ട് എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇന്നത്തെ ഈ പഠനം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ ആശിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം.